ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന കഥയുടെ രണ്ടാം ഭാഗത്താണ് പേജ് നമ്പർ 41 നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലഞ്ചയുടെ കഥയുടെ ബാക്കി ഭാഗം ശ്രദ്ധിച്ചിരിക്കുക. ദ പോസ്റ്റ്മാൻ വെൻറ്റ് ടു ഹിസ് ബോസ് ലോഫിംഗ് ഹാർട്ട്ലി. നമ്മുടെ ലഞ്ചോയുടെ കത്ത് ലഭിച്ച അല്ലെങ്കിൽ കത്ത് കിട്ടിയ ഉടനെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മാസ്റ്ററുടെ അടുത്തേക്ക് വളരെ ഹാർദവമായി ചിരിച്ചുകൊണ്ടാണ് പോയത്. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. ദൈവത്തിലേക്കുള്ള ആ കത്ത് പോസ്റ്റ് മാസ്റ്റർക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ദ പോസ്റ്റ് മാസ്റ്റർ ഓൾസോ ബ്രോക്ക് ഇൻ ടു എ ലോഫ്. പോസ്റ്റ് മാസ്റ്റർ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? പൊട്ടിച്ചിരിച്ചു. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺഡ് സീരിയസ്. വളരെ പെട്ടെന്ന് തന്നെ ചിരിച്ചു കൊണ്ടിരുന്ന പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹം വളരെ ഗൗരവക്കാരനായി. വാട്ട് ഫെയ്ത്ത്, എന്തൊരു വിശ്വാസം. ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. ഈ കത്തെഴുതിയ ഈ മനുഷ്യൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്ക്, ദൈവവുമായിട്ടൊരു കത്തിടപാട് തുടങ്ങുക എന്ന രീതിയിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ലഞ്ചോയുടെ ദൈവത്തിലേക്കുള്ള കത്ത് ചിരിച്ചുകൊണ്ട് കാണിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഈ തരത്തിലാണ് നമ്മുടെ പോസ്റ്റ്മാനോട് പ്രതികരിച്ചത്. ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഒരു ആശയവുമായിട്ട് വന്നു. സെൻഡ് എ റിപ്ലൈ ടു ലഞ്ചോ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ലഞ്ചോക്കൊരു മറുപടി അയക്കുക. But he needed something more than goodwill, ink and paper to answer the letter. പക്ഷേ എന്നിരുന്നാലും ലഞ്ചയുടെ ദൈവത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഈ കത്തിന് മറുപടി അയക്കാൻ അദ്ദേഹത്തിന് പേപ്പറിനേക്കാളും അല്ലെങ്കിൽ മഷിയേക്കാളും അദ്ദേഹത്തിൻ്റെ സൗമനസ്യം എന്നതിനേക്കാളേറെ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇതൊന്നുമല്ല, നമ്മുടെ ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന ആ കത്തിൽ, ദൈവത്തിലേക്കുള്ള ആ കത്തിൽ ലഞ്ചോ ആവശ്യപ്പെട്ടത് എന്താണ്? 100 പെസസ് ആണ്, അല്ലേ? കാശാണ്, അദ്ദേഹത്തിന് പണമാണ് ആവശ്യം. അപ്പോൾ അതാണ് പേപ്പറിനേക്കാളും സൗമനസ്യത്തിനേക്കാളും അല്ലെങ്കിൽ മഷിയേക്കാളും ഒക്കെ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്ക് ആവശ്യമുള്ളത്. ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ അടുക്കൽ നിന്ന് അദ്ദേഹം കാശ് സ്വരൂപിച്ചു. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. അദ്ദേഹം സ്വമേധയാ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം കൊടുത്തു. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ 100 പെസസ്. പക്ഷെ എന്നിരുന്നാലും 100 പെസസ് സംഭരിക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ഇമ്പോസിബിൾ. അത് അസംഭവ്യമായ കാര്യമായിരുന്നു. He was able to send the farmer only 70 pesos. പിന്നെ അദ്ദേഹത്തിന് എത്രയാണ് അയക്കാൻ കഴിഞ്ഞത്? 70 പെസസ് മാത്രമാണ് അദ്ദേഹത്തിന് ലഞ്ചോക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചത്. ഹി പുട്ട് ദ മണി ഇൻ ആൻ എൻവലപ്പ്. അദ്ദേഹം ആ 70 പെസസ് ഒരു കവറിലിട്ടു. അഡ്രസ്സ് ടു ലഞ്ചോയിലേക്ക് ഉള്ള അഡ്രസ്സ് എഴുതിയ ആ കത്തിൻ്റെ അല്ലെങ്കിൽ ആ കവറിന് ഉള്ളിലാണ് അതിട്ടത്. ഹി സെൻഡ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്. അതോടുകൂടെ അദ്ദേഹം ഒരു കത്തും അതിനോട് കൂടെ വെച്ചു. ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി എ സിഗ്നേച്ചർ ഗോഡ്. അതിൽ ഗോഡ് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഗോഡ് റിപ്ലൈസ്. ദൈവം മറുപടി നൽകുന്നു. ദ ഫോളോയിങ് ഡേ, അടുത്ത ദിവസം, ലഞ്ചോ വെൻ ടു ദ പോസ്റ്റ് ഓഫീസ്. ലഞ്ചോ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഏർലിയർ ദാൻ യൂഷ്വൽ. സാധാരണ പോകുന്നതിലേറെ നേരത്തെയാണ് അവൻ പോയത്. He asked the postman if there was a letter for him. അദ്ദേഹം അവിടെയുള്ള പോസ്റ്റ്മാനോട് ചോദിച്ചു അദ്ദേഹത്തിന് വല്ല കത്തുമുണ്ടായിരുന്നോ എന്ന്. The postman handed a letter to him. നമ്മുടെ പോസ്റ്റ്മാൻ അദ്ദേഹത്തിന് നമ്മുടെ ലഞ്ചോക്ക് ആ കത്ത് കൈമാറി. The postmaster looked on from the doorway of his office. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പടിവാതിലിൽ നിന്ന് ലഞ്ചോയെ നോക്കി.
എന്താണ് ലെഞ്ചോ കാണിക്കുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിന് കത്ത് കൈമാറിയതിന് ശേഷം ലെഞ്ചോ തനിക്കുള്ള കത്ത് നോക്കുകയാണ്. ആ സമയം ലെഞ്ചോ എന്താണ് നോക്കുന്നതെന്ന് പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പടിവാതിലിൽ നിന്ന് നമ്മുടെ ലെഞ്ചോയെ നോക്കുകയാണ്. ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. പണം കണ്ട സമയത്ത് നമ്മുടെ ലെഞ്ചോക്ക് അല്പം പോലും ആശ്ചര്യം ഉണ്ടായിരുന്നില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അദ്ദേഹത്തിന് അത്രത്തോളം ആത്മവിശ്വാസമുണ്ടായിരുന്നു. ബട്ട് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. പക്ഷേ കാശിന് നോക്കുന്ന സമയത്ത് നമ്മുടെ ലെഞ്ചോക്ക് ദേഷ്യം വന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് തെറ്റുപറ്റില്ല. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ, ലെഞ്ചോ വെൻ്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. നമ്മുടെ ലെഞ്ചോ വിൻഡോയുടെ അടുത്തേക്ക് പോയിട്ട് എന്തിനു വേണ്ടിയിട്ട്? പേനയും പേപ്പറും ചോദിക്കാൻ വേണ്ടിയിട്ട് വിൻഡോയുടെ അടുത്തേക്ക് പോയി. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. എന്നിട്ട് പബ്ലിക് റൈറ്റിംഗ് ടേബിളിൻ്റെ അവിടെ ഇരുന്നു. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അദ്ദേഹം എഴുതാൻ തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെൻ ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. അങ്ങനെ തൻ്റെ കത്ത് എഴുതി കഴിഞ്ഞപ്പോൾ സ്റ്റാമ്പ് വാങ്ങാൻ വേണ്ടി വീണ്ടും അദ്ദേഹം വിൻഡോയുടെ അടുത്തേക്ക് പോയി. ഹി ലിക്ക്ഡ്. അദ്ദേഹം എന്ത് ചെയ്തു? നക്കി, നാവ് കൊണ്ട് നക്കി. ദ സ്റ്റാമ്പ്, ആ സ്റ്റാമ്പിന് നക്കി. ആൻഡ് ദെൻ അഫിക്സഡ്. എന്നിട്ട് അതെന്ത് ചെയ്തു? അഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു. ഇറ്റ് ഓൺ ദ എൻവലപ്പ്. ആ എൻവലപ്പിൻ്റെ മുകളിൽ, കവറിൻ്റെ മുകളിൽ ഒട്ടിച്ചു. വിത്ത് എ തംബ് ഓഫ് ഹിസ് ഫിസ്റ്റ്. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ കൈമുഷ്ടി കൊണ്ട് അമർത്തി അത് ആ എൻവലപ്പിൻ്റെ കവറിൻ്റെ മുകളിൽ ഒട്ടിച്ചു ആ സ്റ്റാമ്പ്. The moment the letter fell into the mailbox, the postmaster went to open it. ബോക്സിലേക്ക് ആ കത്ത് വീണ ഉടനെ പോസ്റ്റ് മാസ്റ്റർ അത് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു. എന്താണ് ലെഞ്ചോയുടെ കത്തിലുള്ള കാര്യം? അതാണ് നമുക്കിനി വായിക്കാനുള്ളത്. മെഴ്സിഫുൾ ഗോഡ്. ദയാലുവായ അല്ലെങ്കിൽ കരുണാമയനായ ദൈവമേ. ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക് ഫോർ ഓൺലി 70 pesos reached me. ഞാൻ ആവശ്യപ്പെട്ട 100 പെസസിൽ നിന്ന് എനിക്ക് ആകെ ലഭിച്ചത് എത്രയാണ്? 70 പെസസ് മാത്രമാണ്. സെൻഡ് മീ ദ റെസ്റ്റ്. ബാക്കിയുള്ളത് കൂടി എനിക്ക് അയച്ചു തരൂ. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി. എനിക്കത് വളരെ അത്യാവശ്യമാണ്. ആ കാശിന് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. പക്ഷേ കത്ത് മുഖേന ഇനി എന്ത് ചെയ്യരുത്? കാശ് അയക്കരുത്. കാരണം എന്താണ്? ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ്. ഇവിടെയുള്ള ഈ പോസ്റ്റ് ഓഫീസിലെ ഈ ജീവനക്കാരൊക്കെ ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. അവരൊക്കെ കൗശലക്കാരായ ഒരു കൂട്ടം ആളുകളാണ് എന്ന്. ക്രൂക്സ് എന്ന് പറഞ്ഞാൽ കൗശലക്കാർ, അല്ലെങ്കിൽ വക്രതയുള്ള കൗശലക്കാരായ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ. എന്നിട്ട് സൈൻ ചെയ്തിട്ട് അദ്ദേഹം ലെഞ്ചോ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. ലെഞ്ചോയുടെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം എന്ത് വിചാരിച്ചു? നിങ്ങൾക്ക് എന്താണ് അവസാനം കഥ മനസ്സിലായത്? ലെഞ്ചോ വിചാരിച്ചു ഈ ദൈവം അയച്ച ഈ കാശിൽ നിന്ന് ആ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരാണ് 30 പെസസ് എടുത്തത് എന്ന്. പക്ഷേ ആ ജീവനക്കാരാണ് തനിക്ക് കാശ് സ്വരൂപിച്ച് അയച്ചതെന്ന വിവരം അറിയാതെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അല്ലേ? അതൊക്കെ വളരെ രസകരമായ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. ഓക്കെ. 11ാമത്തെ ചോദ്യം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ ദ പോസ്റ്റ് മാസ്റ്റർ ടേൺ സീരിയസ്. നമ്മുടെ ലെഞ്ചോയുടെ കത്ത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ചിരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പെട്ടെന്ന് ഗൗരവക്കാരനായി. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ദ പോസ്റ്റ് മാസ്റ്റർ ബിക്കെയിം സീരിയസ്. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ഗൗരവക്കാരനായി. ബിക്കോസ് ഹി റിയലൈസ്ഡ്. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞു ലെഞ്ചോസ് പ്രൊഫൗണ്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത വിശ്വാസം അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ സീരിയസ് ആയ ആളായി മാറിയത്. 12ാമത്തെ ചോദ്യം. വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ടേക്ക് എഫേർട്ട് ടു കളക്ട് മണി ഫോർ ലെഞ്ചോ. എന്തുകൊണ്ടാണ് ലെഞ്ചോക്ക് നൽകാൻ വേണ്ടിയിട്ട്, ആ പണം സ്വരൂപിക്കാൻ വേണ്ടി നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഈ കഠിന പ്രയത്നം ചെയ്തത്? The postmaster was amazed at the great faith of Lenjo in God. ലെഞ്ചോക്ക് ദൈവത്തിലുള്ള വളരെ വലിയ ആ വിശ്വാസം കണ്ട്
നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അന്തം വിട്ടു നിന്നു അല്ലേ. സോ ഹി ഡിറ്റർമൈൻഡ് ദാറ്റ് ലെൻജോ ഷുഡ് ബി ഗിവൺ ദ റിപ്ലൈ ഫ്രം ഗോഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച കാര്യം എന്തായിരുന്നു? അദ്ദേഹം ദൈവത്തിൽ നിന്ന് ലെൻജോക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. 13ാമത്തെ ചോദ്യം, വൈ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പോസ്റ്റ് മാസ്റ്റർ ടു കളക്ട് 100 pesos? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർക്ക് 100 pesos ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായത്? സം ഓഫ് ദ എംപ്ലോയീസ്, നമ്മുടെ പോസ്റ്റ് ഓഫീസിലുള്ള കുറച്ച് ജീവനക്കാർ, ഡിഡിൻ കോർപ്പറേറ്റ്, അവർ സഹകരിച്ചില്ല വിത്ത് ദ പോസ്റ്റ് മാസ്റ്റർ ടു കളക്ട് 100 pesos. 100 pesos കളക്ട് ചെയ്യാൻ നമ്മുടെ പോസ്റ്റ് മാസ്റ്ററോട് കൂടെ അവർ സഹകരിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിയാതെ പോയത്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ ദ പോസ്റ്റ് മാസ്റ്റർ? നിങ്ങളായിരുന്നു പോസ്റ്റ് മാസ്റ്ററെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഇഫ് ഐ വർ ദ പോസ്റ്റ് മാസ്റ്റർ, ഞാനായിരുന്നു പോസ്റ്റ് മാസ്റ്ററെങ്കിൽ, ഐ വുഡ് നെവർ കളക്ട് ദ മണി ദാറ്റ് ഹി ഡിമാൻഡഡ് ടു ഗോഡ്. ദൈവത്തോട് ലെൻജോ ആവശ്യപ്പെട്ട ആ കാശ് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ശേഖരിക്കില്ല. 15ാമത്തെ ചോദ്യം, വൈ ഡിഡിൻ ലെൻജോ ഷോ എനി സർപ്രൈസ് വെൻ ഹി ഗോട്ട് ദ മണി? കാശ് ലഭിച്ച സമയത്ത് ലെൻജോക്ക് അല്പം പോലും ആശ്ചര്യമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണത്? എന്താണ്? ലെൻജോ നെവർ വൺസ് ഡൗട്ടഡ് ദാറ്റ് ഹെൽപ്പ് വിൽ കം ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് സഹായം വരിക എന്നതിൽ നമ്മുടെ ലെൻജോക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. സച്ച് വാസ് ഹിസ് ബ്ലൈൻഡ് കോൺഫിഡൻസ് ഇൻ ഗോഡ്. അത്രത്തോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദൈവത്തിലുള്ള അന്ധമായ ആ വിശ്വാസം. വാട്ട് വാസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ? ഡിഡ് ഇറ്റ് കം ട്രൂ? എന്തായിരുന്നു പോസ്റ്റ് മാസ്റ്ററുടെ പ്രതീക്ഷ? അത് സത്യമായോ എന്നാണ് ചോദ്യം. എന്താണ്? പോസ്റ്റ് മാസ്റ്റർ എക്സ്പെക്റ്റഡ് ദാറ്റ് ലെൻജോ വുഡ് ഗെറ്റ് സർപ്രൈസ്ഡ് ഓൺ സീയിങ് ദ മണി. പോസ്റ്റ് മാസ്റ്റർ പ്രതീക്ഷിച്ചത് എന്താണ്? ലെൻജോ ആ കാശ് കണ്ട് വളരെ ആശ്ചര്യപ്പെടുമെന്ന്, അല്ലേ? ആൻഡ് വുഡ് അപ്രീഷിയേറ്റ് ദ ഹെൽപ്പ് ആൻഡ് വർക്ക് ഹാർഡ്. മാത്രമല്ല ആ സഹായത്തെയും ആ കഠിനാധ്വാനത്തെയും ഒക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. ബട്ട് ലെൻജോ ബിക്കെയിം ആംഗ്രി. പക്ഷേ ലെൻജോക്ക് കാശ് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത്, അല്ലേ? സോ ദ എക്സ്പെക്റ്റേഷൻ ഡിഡിൻ കം ട്രൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അത് സത്യമായില്ല എന്നാണ്. 17ാമത്തെ ചോദ്യം, വൈ വാസ് ലെൻജോ ആംഗ്രി? എന്തുകൊണ്ടാണ് ലെൻജോക്ക് ദേഷ്യം വന്നത്? ലെൻജോ ബിക്കെയിം ആംഗ്രി വെൻ ഹി സോ ഓൺലി 70 pesos ഇൻ ദ എൻവലപ്പ് സെൻഡ് ബൈ ഗോഡ്. ദൈവം അയച്ച കത്തിൽ ലെൻജോ 70 pesos കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു, അല്ലേ? He thought that the rest 30 pesos had been stolen by the post office employees. അദ്ദേഹം വിചാരിച്ചത് ബാക്കിയുള്ള 30 pesos അത് ആ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ അവർ തട്ടിയെടുത്തതാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. 18ാമത്തെ ചോദ്യം, The actions of Lenjo after counting the money are described in detail. ആ കത്തിലുള്ള കാശ് എണ്ണി നോക്കിയതിന് ശേഷം നമ്മുടെ ലെൻജോയുടെ ആക്ഷൻസ്, അതായത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ കഥയിൽ, അല്ലേ? നരേറ്റ് വാട്ട് ഹീ ഡിഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതായത് കറക്റ്റ് ഓർഡറിൽ ശരിയായ ക്രമത്തിൽ വിവരിക്കാനാണ് നമ്മോട് പറയുന്നത്. യു മേ ബിഗിൻ ലൈക്ക്, നിങ്ങൾക്കിതുപോലെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഭാഗം. ഫസ്റ്റ്, ആദ്യം ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ആദ്യം അദ്ദേഹം വിൻഡോയുടെ അടുത്ത് പോയിട്ട് പെന്നും പേപ്പറും ആവശ്യപ്പെട്ടു, അല്ലേ? രണ്ടാമത്തേത് എന്തായിരിക്കും? ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. അദ്ദേഹം പബ്ലിക് റൈറ്റിംഗ് ടേബിളിൻ്റെ അവിടെ പോയിട്ട് ഇരുന്നു. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അദ്ദേഹം എഴുതാൻ തുടങ്ങി. ഹി ഫിനിഷ്ഡ് റൈറ്റിംഗ്. അദ്ദേഹം എഴുത്ത് പൂർത്തിയാക്കി. ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. അദ്ദേഹം ഒരു സ്റ്റാമ്പ് വാങ്ങാൻ വേണ്ടി വീണ്ടും വിൻഡോയുടെ അടുത്തേക്ക് പോയി. ഹി ലിക്ക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് അഫിക്സ്ഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ് വിത്ത് എ തം ഓഫ് ഹിസ് ഫിസ്റ്റ്. അദ്ദേഹം ആ സ്റ്റാമ്പ് തൻ്റെ നാവ് കൊണ്ട് നക്കി അത് എന്ത് ചെയ്തു, മുഷ്ടി കൊണ്ട് ചുരുട്ടി അതിൽ എന്ത് ചെയ്തു, ആ എൻവലപ്പിന് മുകളിൽ ആ സ്റ്റാമ്പ് ഒട്ടിച്ചു, അല്ലേ? അവസാനത്തേത് ഹി പുട്ട് ദ ലെറ്റർ ഇൻ ടു ദ മെയിൽ ബോക്സ്. അദ്ദേഹം മെയിൽ ബോക്സിൽ ആ കത്ത് ഇട്ടു.
19ാമത്തെ ചോദ്യം, വാസ് ലഞ്ചോ ഗ്രീഡി? ലഞ്ചോ ഒരു അത്യാഗ്രഹിയായിരുന്നോ? ഹൗ ഡു യു ഡിസ്ക്രൈബ് ഹിം? നിങ്ങൾക്ക് എങ്ങനെ അത് തോന്നുന്നു? നിങ്ങൾ എങ്ങനെ അത് വിശദീകരിക്കും? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ലഞ്ചോ വാസ് എ ഗ്രീഡി മാൻ. ലഞ്ചോ ഒരു അത്യാഗ്രഹിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വെൻ ഹി ലോസ്റ്റ് എവറിത്തിങ്, അദ്ദേഹത്തിന് എല്ലാതും നഷ്ടപ്പെട്ടപ്പോൾ, ഹി തോട്ട് ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ് ഗോഡ്. അദ്ദേഹത്തിന് ദൈവത്തിലുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹി വാസ് എ പുവർ ഫാമർ. അദ്ദേഹം ഒരു പാവപ്പെട്ട കർഷകനാണ്. ബട്ട് വിത്ത് അൺഷേക്കബിൾ ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ള. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതി സാറിന് ഇന്ന് തന്നെ നോട്ട്സുകൾ അയക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.